വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ ഐ എസ് അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 282 റാങ്ക് നേടിയ പാർവതിയാണ്. പാർവതിയുടെ ജേർണി ഒരു വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് പാർവതിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. പാർവതി ഈ സിവിൽ സർവീസിൽ ഈ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരാളാണ് പാർവതി. ഈ റാങ്ക് കിട്ടിക്കഴിഞ്ഞ് ലൈഫ് എങ്ങനെയാണ് മാറിയത്? സർ, വളരെയധികം സന്തോഷമുണ്ട്. ഇനി എഴുതേണ്ടി വരില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പിന്നീട് ഈ മീഡിയ അറ്റൻഷൻ വഴി എന്നെപ്പോലുള്ള ഡിസേബിളായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർവതി ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, ഡിസേബിൾഡ്. പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് നമ്മൾ സാധാരണ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നും പറയാറുണ്ട്. പാർവതി ഡിസേബിൾഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാര്യം എന്താ? സർ, അതെൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാനും എനിക്കറിയാവുന്ന ധാരാളം ഡിസേബിളായിട്ടുള്ള ആളുകളും ഡിസേബിൾഡ് എന്നുള്ള പദം തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഡിസബിലിറ്റി അല്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കൈയില്ലാത്തതല്ല ഇവിടെ പ്രശ്നം. എൻ്റെ ചുറ്റുമുള്ള സമൂഹവും ലോകവും ഒരു കൈയുള്ള ഒരാൾക്ക് ജീവിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ മോഡൽഡ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഞാൻ ഡിസേബിൾഡ് ആൾ എന്ന് പറയുമ്പോൾ ഐ ആം ബ്രിങ്ങിങ് ബാക്ക് ദ അറ്റൻഷൻ ഓൺ ദ വേൾഡ് ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. അപ്പോൾ ആ അറ്റൻഷൻ വരുന്നത് എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിസേബിൾഡ് എന്ന്, അല്ലാതെ ഡിഫറൻ്റ്ലി ഏബിൾഡ്, സ്പെഷ്യലി ഏബിൾഡ് എന്നൊക്കെ വിളിച്ച് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്, എളുപ്പമല്ല. നേരത്തെ നമ്മൾ മീഡിയ അറ്റൻഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പാർവതിയുടെ ഐഡൻറ്റിറ്റി പ്രൈമറി ഡിസേബിൾഡ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് മീഡിയ ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്തത്. പാർവതി എന്ന വ്യക്തി അതിനേക്കാളും വളരെ ബിയോണ്ടാണ്. പാർവതിയെ തന്നെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? സർ, എന്നെ ഞാൻ ഒരു 26-year-old വുമൺ എന്നാണ് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ ഒരു ശരാശരി 26 വയസ്സുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ടോപ്പിക്കിലായ സ്ഥിതിക്ക് നമുക്ക് പാർവതി ഡിസേബിൾഡ് ആയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അല്ലേ? അതിനുശേഷം ഒത്തിരി ചലഞ്ചസ് ഓവർകം ചെയ്യേണ്ടി വന്നു കാണും അല്ലേ? ആ ഒരു ജേർണി റീകോൾ ചെയ്യാൻ വുഡ് യു പ്രിഫർ? ഷുവർ സർ. ഞാൻ 2010 വെച്ചാണ് ഡിസേബിൾഡ് ആകുന്നത്. ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ വലത് കൈ മുട്ടിന് താഴെ വെച്ച് ആംപുറ്റേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഞാൻ അന്ന് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് എനിക്ക് ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വന്നു. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് പല്ല് തേക്കുന്നത് തൊട്ട് എഴുതുന്നത് തൊട്ട് ഭക്ഷണം കഴിക്കുന്നത് വരെ എൻ്റെ ഇടത് കൈയിലേക്ക് മാറ്റേണ്ടി വരുന്നു. ഇത് ഹീറോയിസം അല്ല, വീണ്ടും നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ചെയ്യേണ്ടി വന്നൊരു കാര്യമാണ്. സ്കൂളിൽ വെച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഒരു ടീനേജ് കുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബ്ലെൻഡിനാവാൻ ആണല്ലോ ആഗ്രഹിക്കുക. ഒരാളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായി നിൽക്കരുത്. നമ്മളെ ആരും നമ്മളുടെ ഒരു കുറവിന് വേണ്ടി പോയിൻ്റ് ഔട്ട് ചെയ്യരുതെന്നാണ് ആ പ്രായത്തിൽ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ അത് എനിക്ക് ദൗർഭാഗ്യവശാൽ പറ്റിയിട്ടില്ല. എല്ലായിടത്തും എനിക്ക് എൻ്റെ മേലൊരു അറ്റൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വളരുന്നതിനനുസരിച്ച് വായനയിലൂടെയും ലോകത്തെ അറിയുന്നതിലൂടെയും എനിക്ക് ഞാൻ മാത്രമല്ല ഇങ്ങനെ ഉള്ളത്, എന്നെപ്പോലെ ധാരാളം പേര് ഈ ലോകത്തുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു. അതെനിക്ക് ഒത്തിരി ആശ്വാസം തന്നു. പിന്നീട് ആദ്യമൊക്കെ ഞാൻ എന്നെ തന്നെ ഒരു ഡിസേബിൾഡ് വ്യക്തി എന്നുള്ള നിലയിൽ ലിമിറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പിന്നീട് ഇത് മനസ്സിലായി, എന്നെപ്പോലെ ആളുകളുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്, ഇതൊരു വലിയ കാര്യമല്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഓക്കെ, ജീവിക്കാം, ഇനി ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നു. പാർവതി അതുപോലെ ഡിസബിലിറ്റി റൈറ്റ്സിന് വേണ്ടി വളരെയധികം സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു TEDx സ്പീച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? യെസ് സർ, ഞാൻ ഡിസബിലിറ്റി റൈറ്റ്സ് അരേനയിൽ കോളേജ് കാലത്ത് വെച്ചാണ് ആക്റ്റീവ് ആകുന്നത്. കോളേജിൽ വെച്ചാണ് അന്ന് സ്കൂൾ വരെ കോമ്പറ്റീഷൻസിൽ ചേരുക, പ്രൈസസ് വിൻ ചെയ്യുക എന്നുള്ളതൊരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു. കോളേജിൽ വെച്ചിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് തിരിഞ്ഞു. അവിടെ പ്രൈസസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ TEDx മീസ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് ഒരു TEDx ഇവൻറ്റിൽ സ്പീക്കറായിട്ട് ഞാൻ പോവുകയുണ്ടായി. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പാർവതി ഹ്യൂമൻ ലൈബ്രറി എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചും പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിൽ അത്ര സുപരിചിതമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഹ്യൂമൻ ലൈബ്രറി. എന്താണ് ഈ ഹ്യൂമൻ ലൈബ്രറി എന്നൊന്ന് പറഞ്ഞുതരാം? സർ, ഹ്യൂമൻ ലൈബ്രറി എന്ന് വെച്ചാൽ ഒരു ലൈബ്രറി തന്നെ, പക്ഷേ ഇവിടെ ബുക്കുകൾ മനുഷ്യന്മാരാണ്.
നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതമുള്ള മനുഷ്യന്മാരുടെ ബുക്കുകളാണ്. റീഡേഴ്സിന് വന്നിരിക്കാം, ഒരു ബുക്ക് അവരുടെ കഥ പറയും, ഒരു 10 റീഡേഴ്സ് ചുറ്റും ഇരിക്കുന്നു. ഒരു ബുക്ക് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തൊട്ടാണ് ഹ്യൂമൻ ലൈബ്രറി ബാംഗ്ലൂരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ബുക്കായത്. അപ്പോൾ ഒരു മാസം ഞങ്ങൾക്കൊരു ഇവൻറ്റ് കാണും. 45 മിനിറ്റ് ഞാൻ സംസാരിക്കുന്നു, ചുറ്റുമുള്ളവർക്ക് കേട്ടിരിക്കാം. എൻ്റെ കഥയാണ്, ആംപ്യൂട്ടി എന്നുള്ള എൻ്റെ കഥയാണ് ഞാൻ പറയുക. ഇവർക്കത് കേട്ടിരിക്കാം. സാധാരണ ഒരു സാഹചര്യത്തിൽ എന്നെപ്പോലെ ഒരാളോട് ചോദിച്ചാൽ ഒഫെൻസീവ് ആണെന്ന് തോന്നിയേക്കാവുന്ന എന്ത് ചോദ്യവും അവിടെ അപ്രിഷ്യേറ്റഡ് ആണ്. ഇഷ്ടമുള്ള എന്തും ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയുന്നു. എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളതിന് ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങനെ എൻ്റെ കഥ അവർ കേൾക്കുന്നു. വീണ്ടും അടുത്ത റീഡേഴ്സ് വരുന്നു. അങ്ങനെ 3 സെഷൻസ് വെച്ച് എല്ലാ മാസവും നമ്മൾ ഇവൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് പാർവതി ആസ് എ പേഴ്സണെ എങ്ങനെയാണ് എൻറിച്ച് ചെയ്തിട്ടുള്ളത്? അത് എന്നെ ഒത്തിരി എന്നെ വളരാൻ സഹായിച്ചൊരു അനുഭവമായിരുന്നു ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്നത്. അന്ന് വരെ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിലൊക്കെ വരുന്ന തരത്തിലേക്ക് ഇമോഷണൽ ആവുമായിരുന്നു. പക്ഷേ ഹ്യൂമൻ ലൈബ്രറിക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ കഥകളാണ്, കേട്ടിരിക്കാൻ രസമുള്ള കഥകൾ, എല്ലാവർക്കും കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ എൻ്റെ ജീവിതത്തെ കാണാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹ്യൂമൻ ലൈബ്രറി അനുഭവങ്ങളാണ്. എൻ്റെ റീഡേഴ്സിൻ്റെ കണ്ണുകളിൽ കൂടെ ഞാൻ എന്നെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇത് നല്ല രസമുള്ളൊരു ജീവിതമാണല്ലോ, ഒത്തിരി പേര് അനുഭവിച്ചിട്ടില്ലാത്ത, ബുദ്ധിമുട്ട് നിറഞ്ഞത് പക്ഷേ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജീവിതം എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. പാർവതി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോളേജ് എനിക്ക് തോന്നുന്നു ലോ ചെയ്തത് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ അല്ലേ? അപ്പോൾ അതിനുശേഷം നമുക്ക് ഒത്തിരി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്, കാരണം ഇന്ത്യയിലെ പ്രീമിയർ ലോ സ്കൂളാണ്. അതിനുശേഷം എന്തുകൊണ്ട് സിവിൽ സർവീസസിലേക്ക് വന്നു? സർ, ഞാൻ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് ലോ പെർസ്യൂ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. എനിക്ക് പോളിസി ഫീൽഡ് തന്നെയായിരുന്നു താല്പര്യം. ഞാനിപ്പോൾ കോളേജിൽ വെച്ച് ചെയ്തെന്താണെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമുള്ള 3 ഫീൽഡ്സിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു നോക്കി. ആദ്യം ഒരു NGOയുടെ കൂടെ വയനാട്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. പിന്നീട് ഹൈക്കോർട്ടിൽ സീനിയർ അഡ്വക്കേറ്റ് പൂന്തോട്ടം സാറിൻ്റെ കൂടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തു. പിന്നീട് ഡിസ്ട്രിക്ട് കളക്ടർ ആലപ്പി, അന്ന് സുഹാസ് സാറായിരുന്നു കളക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ഇതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതും എൻ്റെ സ്കിൽ സെറ്റ്സ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയതും മറ്റുള്ളവരിലേക്ക് ഒരു ബിഗർ പൂളിലേക്ക് ഒരു ഇമ്പാക്റ്റ് എത്തിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നിയതും ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ജോബാണ്. അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസസ് എന്നുള്ള മേഖലയിലേക്ക് തിരിയുന്നത്. അപ്പോൾ അതൊരു ഇൻഫോം ചോയ്സ് ആയിരുന്നു അല്ലേ? അതെ സർ, അതെ. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സിലബസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പ്രോപ്പർലി നോക്കിയിരുന്നു അല്ലേ? പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാര്യം ഒരു ഹാഫ് നോളജ് വെച്ചിട്ട് ഇതിലേക്ക് വരരുത്, അല്ലെങ്കിൽ എവിടെയോ കണ്ട ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള കളക്ടറുടെ ഒരു ജോലി, അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന കളക്ടേഴ്സ്, ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡായി ഇതിലേക്ക് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റാണ്, എനിക്ക് ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് അറിഞ്ഞിട്ട് ഇതിലേക്ക് വരരുത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് മാത്രം കണ്ടിട്ട് ഇതിലേക്ക് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിലബസ് വായിച്ചു, ഈവൻ കാർഡ് പോളിസി വരെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് സീരിയസ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. എൻ്റെ പ്രിപ്പറേഷൻ ജേർണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പാർവതി സെലക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർച്യൂൺ IAS അക്കാഡമിയാണ്. എന്തുകൊണ്ടാണ് ഫോർച്യൂൺ IAS സെലക്ട് ചെയ്യാൻ കാര്യം? സർ, സെലക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീധന്യ മാമിൻ്റെ ഒരു വളരെ കാൻഡിഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അവർ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടുത്തെ അധ്യാപകരെക്കുറിച്ച് മുനീർ സാർ, ആൻറ്റൺ സാർ, ശൈലേഷ് എന്നൊക്കെ പേരെടുത്ത്, നിതിൻ സാർ, ഇങ്ങനെ പേരെടുത്ത് അവരെക്കുറിച്ച് വളരെ വാംത്തോടു കൂടി സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മെയിൻ സ്ട്രീം വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു ആസ്പിരൻറ്റിന് ഇത്രയേറെ അറ്റൻഷനും ശ്രദ്ധയും സ്നേഹവും ലഭിച്ചിട്ടുള്ള ഒരു അക്കാഡമി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഫോർച്യൂൺ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി സബ്ജക്ട്സ് പഠിക്കണം. പാർവതിക്ക് അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നോ? സാർ, എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് എൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ളതാണ്. ഇഷ്ടമില്ലാത്ത എൻവയൺമെൻറ്റ് എക്കോളജി ഞാൻ പഠിച്ചിട്ടേ ഉണ്ടായില്ല. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണിയിൽ ഒത്തിരി ഹൈസും ഒത്തിരി ലോസും സംഭവിക്കാറുണ്ട്. നമുക്ക് ആദ്യം ലോസിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ സ്ട്രഗിൾസ് അതെന്തായിരുന്നെന്നൊന്ന് പറയാമോ? സാർ, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി 2021 കോളേജ് ഫിനിഷ് ചെയ്തിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അന്നിവിടെ കോവിഡ് ലോക്ക്ഡൗൺസ് വന്നും മാറിയിരിക്കുന്ന സമയമാണ്. റീഡിംഗ് റൂം ഇല്ല,
ഞാൻ അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ 2 മണിക്കൂർ പഠിക്കും. ഞാൻ കോളേജിൽ വെച്ചിട്ട് പരീക്ഷയുടെ തലേന്ന് പഠിച്ചാണ് ശീലം. അപ്പോൾ 2 മണിക്കൂർ പഠിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഒത്തിരി പഠിച്ചു, മതിയായി. പിന്നെ ക്ഷീണം, ഉറങ്ങുന്നു, പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു, സിനിമ കാണുന്നു. അപ്പോൾ എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ആയിരിക്കില്ല. മറ്റുള്ളവരൊക്കെ 10 മണിക്കൂർ 12 മണിക്കൂർ പഠിച്ച കഥകളൊക്കെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവിടെ റിസപ്ഷനിൽ വിളിക്കും, റീഡിംഗ് റൂം തുറക്കൂ. അവർ വളരെ ക്ഷമയോടുകൂടി, കോവിഡ് സമയത്ത് അവർ വളരെ ക്ഷമയോടുകൂടി ആൻസർ ചെയ്തു. ഇവിടെ റീഡിംഗ് റൂം തുറന്നതാണ് എൻ്റെ മാർച്ചിൽ തുറക്കുമ്പോഴാണ് എനിക്ക് ഒരു ഷിഫ്റ്റ് എൻ്റെ പ്രിപ്പറേഷനിൽ ഉണ്ടാകുന്നത്. ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ട്സ് സച്ചിൻ, സായന്ത്, ദേവി, അഭയ്, സാന്ദ്ര ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതേ അല്ല ഈ പരീക്ഷയ്ക്കുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സായന്തും ദേവിയും സച്ചിനും അവരുടെ പിയർ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു. പിന്നീട് അവരുടെ കൂടിയിരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും തന്നെ പഠിച്ചിട്ടില്ല. ആ പ്രിലിംസിന് ഞാൻ വളരെ അണ്ടർ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന്. അങ്ങനെ ഫോർച്യൂൺ ഒരുക്കി തന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു, പിയർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പില്ലറാണ് മെൻറ്റേഴ്സ്. പാർവതിയുടെ മെൻറ്റേഴ്സ് ആരായിരുന്നു ആൻഡ് ഹൗ ഡിഡ് ദേ ഹെൽപ്പ് യു? ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തു എന്നറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ മെൻറ്റർ അർജുൻ ബാബുരാജ് സാർ ഷെറിൻ സാറിനെ വിളിച്ച് പറയുന്നു ഇങ്ങനൊരു കുട്ടിയുണ്ട്. ഷെറിൻ സാർ ഉടനെ തന്നെ എന്നെ വിളിച്ചു, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഓഫർ ചെയ്തു. ഷെറിൻ സാറാണ് മുനിദർശൻ സാർ എന്ന് പറയുന്ന സാറിനെ എനിക്ക് മെൻറ്ററായിട്ട് അലോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടേ ഉള്ളൂ, എനിക്ക് യാതൊരു പരിചയമില്ല. അപ്പോൾ തന്നെ മുനി സാറിനെ വിളിച്ചു, സാർ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഈ മുന്നേ പഠിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്ന രീതി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, അയ്യോ കുറേ പഠിക്കാനുണ്ടല്ലോ, ഒരു എത്തും പിടിയില്ല നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. സാർ വളരെ റീഅഷ്വറിങ് ആയിട്ട് എന്നോട് സംസാരിച്ചു കോളിൽ കൂടി. പിന്നീട് ഞാനിവിടെ വന്ന് സാറിനെ കണ്ടു, ടെസ്റ്റ് സീരീസ് എഴുതാൻ തുടങ്ങി. ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് എൻ്റെ ഡിസബിലിറ്റി എങ്ങനെ സംഭവിച്ചു, എൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കൽ പോലും അദ്ദേഹം ചോദിച്ചില്ല. പക്ഷേ എല്ലാ തവണയും ഞാൻ മെൻറ്റർഷിപ്പിന് വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് എനിക്ക് ഡോറ് തുറന്നു തരും. ഞാൻ ഇരിക്കുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അദ്ദേഹം ഇരിക്കും. പോകാൻ നേരം അദ്ദേഹം എനിക്ക് ഡോറ് തുറന്നു തരും. ഇത് ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷേ അദ്ദേഹം ഓരോ തവണയും അത് ചെയ്തു. എന്നോട് വളരെയധികം കൈൻഡായിട്ട് അദ്ദേഹം പെരുമാറി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. ആദ്യത്തെ NTS പരീക്ഷ എഴുതുമ്പോൾ 20 ചോദ്യം ആണ് ഒരു പരീക്ഷയിലുള്ളത്. എനിക്ക് 9 ചോദ്യമാണ് എഴുതാൻ സാധിച്ചത്. വരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് സ്പീഡ് കുറവാണ്. അപ്പോൾ മുനിസാറിനെ കാണുമ്പോൾ മുനിസാറിനോട് പറഞ്ഞു, പാർവതി എഴുതിയാലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് വിടുന്ന ഒരാൾക്ക് ആ റേസിലില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക തന്നെ വേണമെന്ന് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ ഞാനും സാറും ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക ഉള്ളതിലേക്കായിരുന്നു. അങ്ങനെ ഓരോ MTS എക്സാം കഴിയുമ്പോഴും ഞാൻ സാറിന് മെസ്സേജ് അയക്കും, സാർ ഇന്ന് 2 ക്വസ്റ്റ്യനും കൂടി, ഇന്ന് 10 എണ്ണം എഴുതി, ഇന്ന് 11 എണ്ണം എഴുതി, ഇന്ന് 12. അപ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും സാർ എനിക്ക് സൂപ്പർ, അടിപൊളി, എക്സ്ട്രാ ഓർഡിനറി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സാർ എനിക്ക് റീഅഷ്വറൻസ് തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടൊരു മെൻറ്റർ എന്നിൽ വിശ്വാസം കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് ഞാൻ മറ്റ് മെൻറ്റേഴ്സുമായിട്ട് ഇടപഴകുന്നത്. സാറിൻ്റെ കാര്യം തന്നെ, എൻ്റെ ഇൻ്റർവ്യൂ ഡാഫ് എല്ലാം ജമ്പിൾഡായിട്ട് എനിക്ക് എങ്ങനെ കറക്റ്റ് ഒരു നീറ്റായിട്ട് നല്ല ഭാഷയിൽ എന്നെ തന്നെ ഒരു പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. അതിന് ആ സമയത്ത് ഒത്തിരി അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നു, നമ്മളത് ഒത്തിരി കൺസൈസ് ആയിട്ട് ലിമിറ്റഡ് സ്പേസിൽ എഴുതിയിരുന്നു. അത് LKG തൊട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ വെക്കുന്നതുകൊണ്ടാണ് വലുതായിട്ട് തോന്നിയത്. അപ്പോൾ സാറ് ഇരുന്ന് എനിക്കത് വളരെ നീറ്റായിട്ടൊരു പ്രസൻറ്റബിൾ ഫോമാറ്റിലാക്കി തന്നു. അതുപോലെ തന്നെ നിധിൻ സാർ എന്നെക്കാളും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഇൻ്റർവ്യൂ സ്റ്റേജിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഹോബീസിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തത് അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനന്ദ് ജസ്റ്റിൻ സാർ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഇംതിയാസ് സാർ എനിക്ക് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് തന്നു. ഷെറിൻ സാറും ശൈലേഷ് സാറിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ അവരും പോസിറ്റിവിറ്റി തന്നു. പാർവതി, നമുക്ക് പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് കിട്ടിയിരുന്നില്ല. അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്തേ? കാരണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മളൊരു ഫെയിലിയർ ആണോ എന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വി നീഡ് ടു ബൗൺസ് ബാക്ക് അല്ലേ? അപ്പോൾ അത് നമ്മളെങ്ങനെ അച്ചീവ് ചെയ്തേ? സാർ, ഞാൻ ഈ പരീക്ഷ എഴുതാൻ വരുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമുണ്ട്, ഇത് കിട്ടിയാൽ ഞാൻ മെഡിക്കാവുന്നില്ല, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മണ്ടിയാവുന്നില്ല എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ പ്രിലിംസ് ഞാൻ തോറ്റത് വളരെ നന്നായി. കാര്യം ഞാൻ ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് വരുന്നത്. കാര്യം ഞാൻ സോഷ്യൽ സയൻസ് സ്റ്റുഡൻ്റാണ്,
ഞാൻ ഈ സബ്ജക്ട്സുമായിട്ടൊക്കെ ഈ എൻവയൺമെൻറ്റ് എക്കോളജി ഒഴികെ മറ്റ് സബ്ജക്ട്സൊക്കെ തന്നെ ഞാൻ വളരെ പാഷനേറ്റ്ലി ഫോളോ ചെയ്യുകയും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ പഠിച്ചിട്ടുള്ള 11th and 12th NCERT ടെക്സ്റ്റ് ബുക്സാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഫസ്റ്റ് പ്രിലിംസ് തോറ്റപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബുദ്ധി അളക്കുന്നൊരു പരീക്ഷയല്ല, പരിശ്രമം റിവാർഡ് ചെയ്യുന്നൊരു പരീക്ഷയാണ്. ആ ഒരു റിയലൈസേഷൻ വരാൻ എന്നെ എൻ്റെ ഫസ്റ്റ് തോൽവി സഹായിച്ചു. അതുകൊണ്ട് എനിക്ക് ആ തോൽവിയെക്കുറിച്ച് അന്നും എനിക്ക് നന്നായി എന്നൊരു ചിന്തയുള്ളൂ. വളരെ പ്രിവിലേജ് ആയിട്ടൊരു പൊസിഷനിൽ ഇരുന്നാണ് ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കാര്യമായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയോ ഈ പ്രിലിംസിൻ്റെ ഒരു സെറ്റ് ബാക്കിന് ശേഷം? യെസ് സർ. ഈ ഫസ്റ്റ് പ്രിലിംസ് തോറ്റ് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ പിയർ ഗ്രൂപ്പിനുമായിട്ട് പരിചയപ്പെടുന്നത്. അതിൽ സച്ചിൻ ജോസഫ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹമാണ് എനിക്ക് സ്ട്രീം ലൈൻഡായിട്ട് പ്രിലിംസ് പ്രിപ്പറേഷൻ സഹായിക്കുന്നത്. അദ്ദേഹമായിരുന്നു എൻ്റെ മെൻറ്റർ എന്ന് തന്നെ പറയാം. എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളൊരു പ്രായമാണ്, പക്ഷേ എന്നെ ഒരു മെൻറ്ററിനെ പോലെ സഹായിച്ചു. ഇങ്ങനെ ഷെഡ്യൂൾ കീപ്പ് ചെയ്യാനും ഇന്ന ദിവസം നമ്മൾ ഇന്ന ടെസ്റ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ നമുക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ സഹായിച്ച അദ്ദേഹമാണ്. പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരി. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് 2021 ഫോർച്യൂണിലെ റീഡിംഗ് റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്യൂ ഇൻട്രാക്ഷൻസ് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഷീ ഹാസ് എവറി ക്വാളിറ്റി ഇറ്റ് ടേക്സ് ടു ബി എൻ IAS ഓഫീസർ. ആൻഡ് ഇന്നത് യാഥാർത്ഥ്യമായതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഫോർച്യൂണിൻ്റെ സഹായം കാരണം ഞങ്ങൾക്കൊരു നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് ഫോർച്യൂണിൽ. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പിൻ്റെ ഹെൽപ്പ് കാരണം ഞങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കൂടെ ഇരിക്കുന്ന ആളുടെ ഫ്ലോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്കത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിയർ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഈ പിയർ ഗ്രൂപ്പിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പാർവതിയെ കുറച്ചുകൂടെ വേറിട്ട് നിർത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് പുള്ളിക്കാരി വളരെ എഫേർട്ട്ലെസ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഒരുപാട് ആസ്പിറൻസിൽ നമ്മൾ കാണാത്തൊരു ക്വാളിറ്റിയാണ്. എല്ലാവരും നല്ല ടെൻഷൻ അടിച്ച്, ഇൻക്ലൂഡിങ് മൈസെൽഫ്, നമ്മൾ വളരെ പ്രഷറോട് കൂടിയാണ് ഈ എക്സാമിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പുള്ളിക്കാരി ഷീ ട്രീറ്റ്സ് ദിസ് ജസ്റ്റ് ലൈക്ക് അനദർ എക്സാം ആൻഡ് ആ ഒരു ക്വാളിറ്റി ഓൾവേസ് ഗേവ് ഹർ എൻ എഡ്ജ് ഓവർ അതേഴ്സ്. ആൻഡ് ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് കയറുന്ന ഒരാളായതുകൊണ്ടാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ആൻഡ് ആസ് എ ഫ്രണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഷീ ഈസ് ട്രൂലി ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് എസ്. ആക്ച്വൽ ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും രസകരമായ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ചോദ്യം അതിനെക്കുറിച്ച് പറയാമോ? എൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് BB സ്വെയിൻ സാറിൻ്റെ ബോർഡായിരുന്നു. ഞാൻ ചെന്ന് കയറി ഇരുന്നപ്പോൾ തന്നെ സാറ് സ്വെയിൻ സാറിനോട് ചോദിച്ചു, പാർവതി എന്നല്ലേ പേര്? ഞാൻ പറഞ്ഞു അതെ സാർ. പാർവതി, സിനിമാ നടി പാർവതി അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് UPSC ഇൻ്റർവ്യൂവിന് ഇത്തരം ചോദ്യങ്ങൾ, നമ്മൾ വലിയ പുസ്തകങ്ങളും അതും ഇതുമൊക്കെ ഉഗാണ്ട പ്രസിഡൻറ്റ്, ഉക്രൈൻ ക്രൈസിസ് അതൊക്കെ വായിച്ചു തന്നിട്ട് പാർവതി സിനിമ നടി അറിയുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഞാൻ ആത്മസംയമനം കൈവിടാതെ ഞാൻ അറിയാം സാർ എന്ന് പറഞ്ഞു. സാറപ്പോൾ സിനിമ നടി പാർവതിയുടെ സിനിമകളുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ, ജയറാമിൻ്റെ പാർവതിയാണോ പാർവതി തിരുവോത്താണോ? പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന പാർവതി തിരുവോത്തിനെയാണെന്ന്. അപ്പോൾ അവരുടെ മൂവീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. പാർവതി നേരത്തെ ശ്രീധന്യയുടെ ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ കണ്ട കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒത്തിരി ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഈ ഒരു ബെസ്റ്റ് പ്രാക്ടീസസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. പാർവതിയുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചൊന്ന് പറയാമോ? സർ, ഞാനും ഇതുപോലെ പല ടോപ്പേഴ്സ് ഇൻ്റർവ്യൂസൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പരീക്ഷയിൽ എല്ലാവരും ചെയ്തിരിക്കേണ്ട കാര്യമുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യാതെ ചില പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം വായിക്കാതെ ആരെങ്കിലും ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതെങ്ങനെ വായിക്കുന്നു, ഇതെങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പൊളിറ്റി, ഞാൻ ലോ ബാക്ക്ഗ്രൗണ്ടാണ്, എനിക്ക് പൊളിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ ഞാൻ പൊളിറ്റിക്ക് കൊടുക്കുന്ന സമയം കുറച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ള മറ്റ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. എൻ്റെ മലയാളം ഓപ്ഷണൽ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് എടുത്തതാണെങ്കിലും എനിക്ക് വലിയ കഴിവ് അതിൽ അവകാശപ്പെടാനില്ല. അപ്പോൾ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തു മലയാളം. അപ്പോൾ ഞാൻ GS കോൺസെൻട്രേറ്റ് ചെയ്യാതെ എൻ്റെ ഓപ്ഷനിലാണ് കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ പരീക്ഷ എഴുതി ഫലിപ്പിക്കുക എന്നുള്ള കാര്യമുണ്ടല്ലോ, അപ്പോൾ അത് ഫിസിക്കലി ഡിമാൻഡിങ് ആണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്ക് എത്ര പഠിച്ചാലും എഴുതി പിടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം, സ്പീഡിൽ എഴുതാം, പ്രസൻറ്റേഷൻ എങ്ങനെ ബെറ്റർ ആക്കാം, എന്തെങ്കിലും ഡയഗ്രാംസൊക്കെ കൊണ്ടുവന്ന് സ്പേസ് സേവ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്നൊക്കെ ഞാൻ മുൻസ് എന്ന ഹെൽപ്പോടുകൂടി
ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് മുനു സാറ് പറഞ്ഞു തന്നിട്ടുള്ള ചില കഥകൾ, ടോപ്പേഴ്സിൻ്റെ കഥകൾ, ഇതിൽ നിന്നൊക്കെ ഞാൻ പല പാഠങ്ങളും പഠിച്ചു. അവർ കമ്മിറ്റ് ചെയ്ത തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുക, അങ്ങനെ. അത് പക്ഷേ ഒരാളുടെ സ്ട്രാറ്റജിയും ഞാൻ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടില്ല. പാർവതി ഇപ്പോൾ ഓപ്ഷണലിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിതൊരു ഓപ്ഷണലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതേ ഇല്ല. അപ്പോൾ മലയാളം ഓപ്ഷണൽ ഇപ്പോൾ പാർവതി പറഞ്ഞ അനുസരിച്ച് ഒത്തിരി ലാംഗ്വേജിന് ഫെയർ ഇല്ല, എന്നാലും മലയാളം ഓപ്ഷണൽ എടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ പ്രാവശ്യം മോസ്റ്റ്ലി നല്ല മാർക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ മലയാളത്തിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും സ്ട്രഗിൾസും അതൊന്ന് പറയാമോ? കാരണം മലയാളം ഒരു ഈസി ഓപ്ഷനാണെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട്, അതങ്ങനെയാണോ? സാർ, ഞാൻ മലയാളം എടുക്കുന്നത് എൻ്റെ GS പ്രെപ്പിൻ്റെ മൊണോട്ടണി ബ്രേക്ക് ചെയ്യാൻ, വായിക്കാനൊക്കെ രസമുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വേണം എന്നുള്ള ചിന്തയിൽ നിന്നാണ്. മലയാളം ഓപ്ഷണലിൻ്റെ സിലബസിലുള്ള ഖസാക്കിൻ്റെ ഇതിഹാസവും CJ ക്രൈം എന്ന് പറയുന്ന നാടകമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓക്കെ മലയാളം എടുത്തേക്കാന്ന് തീരുമാനിക്കും. അല്ലാതെ വളരെ റാഷണലായിട്ട് ചിന്തിച്ചെടുത്തൊരു ഡിസിഷൻ അല്ല. എന്നോട് പലരും, എൻ്റെ വെൽവിഷേഴ്സ് പലരും മറ്റു പല ഓപ്ഷൻസ് എടുക്കാനാണ് പറഞ്ഞത്. ഞാൻ മലയാളം എടുത്തു. മലയാളം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. മലയാളത്തിന് ഒരുപക്ഷെ നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു. ഇപ്പോൾ ടു ദ പോയിൻ്റ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ മലയാളം ഓപ്ഷനിൽ തെറ്റ് വരുത്താൻ വളരെ എളുപ്പമാണെന്നും ഞാൻ എൻ്റെ മെയിൻസ് പ്രെപ്പിൻ്റെ സമയത്ത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ശരി എഴുതാൻ എനിക്ക് അറിയാമോ, ശരി എനിക്കറിയാമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ തെറ്റ് ഞാൻ വരുത്തില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇതിലൂടെ നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്ക്രിപ്റ്റ് മലയാളം സ്ക്രിപ്റ്റ് ഒരു അക്ഷരം എഴുതിയിട്ട് പേന പൊക്കിയിട്ടാണല്ലോ അടുത്ത അക്ഷരം എഴുതേണ്ടത്. അത് മറ്റേ കർസീവ് റൈറ്റിംഗ്, ഇംഗ്ലീഷിൽ നിന്ന് കർസീവ് റൈറ്റിങ്ങിനേക്കാളും സമയമെടുക്കും. പിന്നെ ഇംഗ്ലീഷ് എഴുതി ശീലിച്ചതുകൊണ്ട് ഇംഗ്ലീഷിന് കുറച്ചുകൂടി ഫാസ്റ്ററാണ്, മലയാളം അത്ര ഫാസ്റ്റ് അല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ കൺസിഡർ ചെയ്തിട്ട് മലയാളത്തിൻ്റെ എൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എഴുതുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് UPSC 1 മണിക്കൂർ എക്സ്ട്രാ കൊടുക്കാറുണ്ട്. ആൻഡ് ഒരു സ്ക്രൈബിൻ്റെ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പാർവതി തനിയാണ് എഴുതിയതെന്നല്ലേ? അതെന്തായിരുന്നു അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കാര്യം? സാർ, ഇതുവരെയുള്ള പരീക്ഷകളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ എഴുതുമ്പോൾ കിട്ടുന്നൊരു കംഫർട്ടും ഈസും മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചാൽ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. എനിക്ക് പക്ഷേ എക്സ്ട്രാ ടൈം കിട്ടിയിരുന്നു. 20 minutes per hour കിട്ടിയിരുന്നു. മറ്റുള്ളവർ 3 മണിക്കൂർ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ 4 മണിക്കൂർ പരീക്ഷയാണ് എഴുതിയത്. പക്ഷെ അതും വളരെ ഒരു ടോർച്ചറസ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു. മറ്റുള്ളവർ 3 മണിക്കൂർ പരീക്ഷ കഴിഞ്ഞ് 2 മണിക്കൂർ ബ്രേക്ക് എടുക്കുമ്പോൾ എനിക്ക് 1 മണിക്കൂറാണ് ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ മെയിൻസ് സമയത്ത്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. വീണ്ടും 4 മണിക്കൂർ എടുക്കുക. അങ്ങനെ ഒരു ദിവസം 8 മണിക്കൂർ എഴുതുക, അങ്ങനെ 2 ദിവസം 16 മണിക്കൂർ എഴുതുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചൊരു കാര്യമല്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. പാർവതി, ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. പാർവതി അതെങ്ങനെ അച്ചീവ് ചെയ്തത്? സാർ, അതെൻ്റെ സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ ചുറ്റും നിന്നവർ ഉണ്ടാക്കി തന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സ് പണ്ട് തൊട്ട് ഇവിടെ അക്കാഡമിയിൽ സെയിം ആണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ UPSC എന്നൊരു വിഷയമേ സംസാരിക്കാറില്ല. നമ്മൾ സിനിമകൾ, എന്തെങ്കിലും സിനിമ ഗോസിപ്പ്, അങ്ങനെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വളരെ രസകരമായിട്ടുള്ള പോപ്പ് കൾച്ചർ, എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാറ്. അപ്പോൾ ആ ഒരു സമയത്തേക്കെങ്കിലും ചിന്ത ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ അനിയത്തി, അവൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിഷമിച്ച് വീട്ടിലേക്ക് വിളിച്ച് 1 മാർക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോടേ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ചെക്ക് തരാൻ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെ അത് വളരെ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളുടെ ചില റിമാർക്സ്. എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഫ്രണ്ട്സ് സച്ചിൻ, സാന്ദ്ര, നകുൽ, അനുശ്രീ, ഇവരൊക്കെ, പിന്നീട് എൻ്റെ ഫാമിലി, ഇവരൊക്കെ തന്നെ എന്നെ ഗ്രൗണ്ടഡ് ആക്കി വെച്ചു. ഇത് ജീവിതത്തിലൊരു പരീക്ഷ മാത്രമാണ്, അല്ലാതെ ജീവിതം UPSC അല്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെനിക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഞാൻ അതിന് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു എവ്രി വൺ ഹു ഈസ് ഇൻ ദ സർവീസസ് ആൻഡ് ഹു ആർ ആസ്പയറിങ് ടു ബി ഇൻ ദ സർവീസസ്, ഞാൻ ഇതിനെ വലിയൊരു കാര്യമാക്കി മനസ്സിൽ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാനായിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അനിയത്തി ഫൈനലി ഈ റാങ്ക് കിട്ടിയപ്പോൾ എന്ത് പറഞ്ഞു? സന്തോഷമാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓക്കെ, അവർക്ക് സന്തോഷം.
എക്സാമിന് തൊട്ടുമ്പോൾ വയ്യാതായിരുന്നു അല്ലേ? അതെന്തായിരുന്നു പറ്റിയേ? സാർ ഈ 16 മണിക്കൂർ ഞാനിവിടെ ഫോർച്യൂണിൻ്റെ കോംപ്രിഹെൻസീവ്സ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കൊരു എക്സ്റ്റൻഡ് വൈറൽ ഫീവർ വന്നു. ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. മുനി സാറിനെയൊക്കെ വിളിച്ച് ഞാൻ വളരെ കുറേ നേരം അഹങ്കരിച്ച് സംസാരിച്ചു. 16 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്തു. 16 മണിക്കൂർ അത് സഹിച്ച് വെളിയിലെത്തിയല്ലോ. അപ്പോൾ പക്ഷേ നെക്സ്റ്റ് ഡേ എനിക്ക് പനി അടിച്ചു. പിന്നെ 10 ദിവസം ഞാൻ ഫീവറായിട്ട് ഡൗൺ ആയിരുന്നു. PRSൽ അഡ്മിറ്റഡ് ആയിരുന്നു. 15th മെയിൻസ് എങ്കിൽ 10th ഞാൻ ഡിസ്ചാർജ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ അത് കഴിഞ്ഞ് വന്നിട്ട് മുനി സാറിനെ കാണാൻ വന്നു. അപ്പോൾ സാറ് ഇരുന്നിട്ട് ഓക്കെ പാർവതി, ഓൾ ദി ബെസ്റ്റ്, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാവർക്കും ഇതുപോലെ പനി വരാറുണ്ട്, വളരെ നോർമലായിട്ട്. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചില്ല. കാരണം ഞാൻ ഈ പ്രിപ്പറേഷനിൽ വിചാരിച്ച് വെച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വിശ്വാസക്കുറവ് വരാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു 100,000 ഒരു സബ്ജക്റ്റിന് തന്നെ 100,000 പുസ്തകങ്ങൾ, ഒരു കാര്യത്തെക്കുറിച്ച് 100,000 അഭിപ്രായങ്ങളും അഡ്വൈസസും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒറ്റ ഒരാളിൽ ഞാൻ വിശ്വസിക്കും. മെയിൻസ് സമയത്ത് അതെൻ്റെ മുനി സാർ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. അപ്പോൾ സാർ പറഞ്ഞു, സാരമില്ല പാർവതി, ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എല്ലാവർക്കും പനി വരാറുണ്ട്, ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പോയി എഴുതി. പാർവതി ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് റാപ്പിഡ് ഫയർ എന്ന് വിളിക്കണ്ട, നമുക്കൊരു 1 മിനിറ്റിൽ താഴെ എല്ലാത്തിനും ഉത്തരം പറയാം. ഞാൻ ചില സബ്ജക്ട്സോ ചില കാര്യങ്ങളോ പെട്ടെന്നൊന്ന് ചോദിക്കും, നമുക്കതിനൊന്ന് ഉത്തരം പറഞ്ഞ് നോക്കാം. എസ്സേ പ്രിപ്പറേഷൻ എൻ്റെ ഫേവറേറ്റ് പാർട്ടായിരുന്നു. കാരണം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ കോഡ്സ് ഷെയർ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം മോളി അത് ഞാനാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ റാൻഡം കോഡ്സ് ഷെയർ ചെയ്ത് എനിക്ക് ശീലമുണ്ട്. റാൻഡം കോഡ്സിനെ കുറിച്ച് ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എസ്സേ പ്രിപ്പറേഷൻ എനിക്ക് വളരെ ഞാൻ ആസ്വദിച്ചു. എത്തിക്സ് പ്രിപ്പറേഷൻ ആദ്യം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു. പക്ഷേ പഠിച്ച് വന്നപ്പോഴത്തേക്ക് അവസാനം എനിക്ക് എത്തിക്സ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എന്നെ അത് ബോറടിപ്പിച്ചു. CSAT ഞാൻ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിലാണ് പിടിച്ചു നിന്നത്. മാത്സ് ഞാൻ 10ാം ക്ലാസ്സിൽ വിട്ടതാണ്. പിന്നെ ഞാൻ CSATൽ കോംപ്രിഹെൻഷനും ലോജിക് പാർട്ടും കൊണ്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ഫേവറേറ്റ് മൊമെന്റ് ഡ്യൂറിങ് ദ UPSC പ്രിപ്പറേഷൻ? UPSC പ്രിപ്പറേഷൻ ഫേവറേറ്റ് മൊമെൻ്റ് എന്ന് വെച്ചാൽ മുനി സാർ ഒരിക്കൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് കിടന്നൊരു ചർച്ച എനിക്ക് അയച്ചു തന്നു. ഞാനത് കണ്ടു. എന്നിട്ട് ഞാൻ സാറിനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പബ്ബാഡിൻ്റെ ഫാക്കൽറ്റി ആണല്ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വിചാരിക്കുന്നതല്ല, എൻ്റെ മലയാളം ഓപ്ഷണൽ കുറേ അതിൻ്റെ വലിയൊരു സാഗരമാണ്, അതിൻ്റെ മുന്നിൽ പകച്ചിരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ തള്ളി അങ്ങ് മറിക്കുക. സാറല്ല എന്ന് കേട്ടോ, പേടിക്കേണ്ട പാർവതി, ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് 3-4 ദിവസം കഴിഞ്ഞാൽ സാർ എന്നോട് പറയുന്നത്, സാറിൻ്റെ ഒരു അറ്റംപ്റ്റിൽ സാർ മലയാളം എടുത്തിരുന്നു, സാറിന് ഇതൊക്കെ ഓൾറെഡി അറിയാം, പക്ഷെ എന്നിട്ടും എൻ്റെ തള്ളൽ മുഴുവൻ സഹിച്ചു എന്നുള്ളത്. പിയർ ഗ്രൂപ്പ് വെരി എസെൻഷ്യൽ. എൻ്റെ പ്രധാന പ്രിപ്പറേഷനിലെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫോർച്യൂണിൽ സച്ചിൻ ജോസഫാണ്. മെയിൻസ് ടെസ്റ്റ് സീരീസ് ഫിസിക്കലി ഡിമാൻഡിങ്, പക്ഷേ രസമായിരുന്നു. കാര്യം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എന്ത് വന്നാലും ഇത് ഞാൻ എഴുതുന്നത് ശരിയാണോ എന്നൊരു സെൽഫ് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. മുനി സാറിൻ്റെ കൂടെ ഇരുന്നിരുന്ന അവസാനമായപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചോദ്യം തന്നാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ ഞാൻ എഴുതും എന്നുള്ള കോൺഫിഡൻസിലേക്ക് എത്തി. മോക്ക് ഇൻ്റർവ്യൂസ് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എനിക്ക് അറിയാത്ത ഒരാളോടൊക്കെ സംസാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആളുകളോട്ട് പഴകാൻ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരിരുന്ന് എന്നെക്കുറിച്ച് വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഫ്ലോയിലങ്ങ് പോയി. പാർവതി ഇപ്പോൾ സിവിൽ സർവീസസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സിവിൽ സർവീസസിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ, ബി ദ ചേഞ്ച് ഓർ യു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു മേക്ക് ചേഞ്ച് ഹാപ്പൻ ഫോർ പീപ്പിൾ അറൗണ്ട് യു. ആ ഒരു പവർ ടു ചേഞ്ച് അതിൽ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? സാർ, ഞാനൊരു സാധാരണക്കാരിയാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഞാൻ ഇടപഴകുന്ന പല സാധാരണക്കാരും ഈ സിവിൽ സർവൻസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസസിൽ വിശ്വാസമുള്ളവരാണ്. ഒരു ആനക്ഡോട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വയനാട്ടിലൊരു NGOയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വയനാട് കളക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ സൈഡിൽ 2 ചേച്ചിമാരിരിപ്പുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ വലത്തെ കൈ അനക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്ത് പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അവർ ചോദിച്ചു, കാശ് വല്ലതും കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, കേസ് നടക്കുന്നു, കാശ് കിട്ടിയില്ല അല്ലേ? നീ വീട്ടിൽ ചെന്നിട്ട് ഉറപ്പായിട്ട് ഒരു വെള്ള പേപ്പർ എടുക്കുക, ഇങ്ങനെ നിനക്ക് കാശ് കിട്ടിയിട്ടില്ല, നിൻ്റെ പരാതി ഇതാണെന്ന് എഴുതി നിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുക്കുക. നിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടർ വന്ന് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ആളെ അറസ്റ്റും ചെയ്യും, നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൈസയും തരുമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനല്ല ഇതിൻ്റെ പ്രൊസീജിയർ വർക്ക് ചെയ്യാമെന്ന് എനിക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ഹാർട്ട് എനിക്കുണ്ടായിരുന്നില്ല അവിടെ. പക്ഷെ എനിക്ക് വളരെ എനിക്ക് വളരെ വോംത്ത് തോന്നി. സാധാരണക്കാർക്ക് ഇന്നും ഇങ്ങനെയുള്ള ഓഫീസസിൽ
ഓഫീസസിലുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമുള്ള ഒരു വിശ്വാസം തിരിച്ചറിഞ്ഞപ്പോൾ. പാർവതിക്ക് സിവിൽ സർവീസിലേക്ക് കയറുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു വിഷൻ? എന്താണ് ആസ് എ സിവിൽ സർവൻറ്റ് IAS കിട്ടാണെന്ന് വിചാരിച്ചോ? സാർ, എനിക്ക് വിഷനെക്കുറിച്ച് ഏത് ആസ്പെക്റ്റിൽ ഏത് സെക്ടറെന്ന് പറയാൻ എനിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല സാർ. അങ്ങനെ ഇപ്പോഴേ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതും ഫൂളിഷ് ആയിരിക്കും എന്ന് പേഴ്സണലി തോന്നുന്നു. എനിക്കുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാമെന്നൊരു ഓത്ത് എടുത്തിരുന്നു. ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് ജോലി തന്നാലും അത് ചെയ്യാൻ, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പാർവതി, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്ലീഷേഡ് ക്വസ്റ്റ്യനാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇതിനു വേണ്ടി ആസ്പയർ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് പാർവതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ അഡ്വൈസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഷെയറിങ്, റൈറ്റ്, എന്തായിരിക്കും ആ വാക്കുകൾ? എനിക്ക് പറയാനുള്ളത്, ഇത് വളരെ ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഡിമാൻഡിങ് ആൻഡ് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസ് തന്നെയാണ്. കാര്യം, ഒരു 20s ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടത്തിലുള്ള ആളുകൾ ഇരുന്ന് ഇത്ര ഐസൊലേറ്റഡ് ആയിട്ട് ഇത്രയും മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പഠിക്കുക, അതും കിട്ടാൻ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്പേഴ്സ് അഗൈൻസ്റ്റ് ആണ് ഈ ആസ്പിറൻസിനെല്ലാം. അപ്പോൾ എന്നിട്ടും സ്വയം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ഗോളിലേക്കിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം. അത് ചെയ്യാൻ വളരെയധികം സ്ട്രെങ്ത് വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്നൊരു ആശംസ മാത്രമേ ഉള്ളൂ സാർ. താങ്ക് യു പാർവതി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി, കുറച്ച് ചിരിച്ചു. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു. താങ്ക് യു സർ. Fortune IAS Academy. More than just an academy.